17 വയസ്സുള്ള റോസ്ലിൻ എന്ന് പറഞ്ഞ പെൺകുട്ടി രാത്രിയിലെ തുടർച്ചയായിട്ട് ഭീകരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാണ്. അതായത് പച്ച കണ്ണുള്ള ഒരാള് തന്നെ വന്ന് കൊല്ലാൻ വരുന്നതായിട്ടാണ് ആ സ്വപ്നം. അച്ഛനെയും അമ്മനെയും ഒക്കെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഈ സ്വപ്നത്തിൽ കാണുന്ന ആ പുരുഷൻ തന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഗസ്റ്റ് ആയിട്ട് വരികയാണ്. ഇതാണ് ഈ ഒരു സിനിമയുടെ ട്വിസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്ന റോസ്ലിൻ പിന്നെ കൺഫ്യൂസ്ഡ് ആവുകയാണ്, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയാണ്, ഒരു സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയാണ്. താൻ കാണുന്നത് സ്വപ്നമാണോ അതോ റിയാലിറ്റി ആണോ എന്നുള്ളത് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഈ സിനിമയുടെ ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഫിയർ, ഗിൽട്ട് പോലെയുള്ള ഒരു ട്രോമ പോലെയുള്ള കുറേ കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് റോസ്ലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ റോസ്ലിൻ ഓൾറെഡി ഒരു ട്രോമയിലൂടെ, ഒരു മെന്റൽ സ്റ്റേറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ശരിക്ക് ഈ സ്വപ്നങ്ങളും റോസ്ലിൻ കാണുന്നത്. കാരണം സിനിമ കാണുകയാണ്, ആ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പറയുന്ന ആ ട്രോമ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ആ ട്രോമയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന റോസ്ലിനാണ് ഈ ഒരു സ്വപ്നം കാണുന്നതും പിന്നീട് ആ സ്വപ്നത്തിലുള്ള വ്യക്തി ആ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് സീക്രട്ട് സ്റ്റോറി ഓഫ് റോസ്ലിൻ എന്ന് പറഞ്ഞിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആയിട്ടുള്ള വെബ് സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഏകദേശം 25-30 മിനിറ്റ് ആണ് ഓരോ സീരീസും ഉള്ളത്. ഇതിന്റെ ഒരു മേജർ പാർട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ ത്രില്ലറുകളുടെ ആശാനായിട്ടുള്ള ചീത്തു ജോസഫാണ് ഇതിന്റെ ഷോ റണ്ണർ ആയിട്ട് വരുന്നത്. മാത്രമല്ല ഇതിന്റെ ഡയറക്ടർ ആയിട്ട് വരുന്നത് സുമേഷ് നന്ദകുമാർ ആണ്. കാസ്റ്റ് സഞ്ജന ദീപു, മീന, വിനീത്, ഹക്കീം ഷാജഹാൻ. അപ്പൊ ഇത്രയും പേരല്ല, വേറെ കുറച്ച് കാസ്റ്റും കൂടെ ഇതിനകത്തുണ്ട്. മേജറായിട്ട് മുഖ്യ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീരീസ് ആണ് റോസ്ലിൻ എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ത്രില്ലർ ആണ്, കൺഫ്യൂഷൻ ആണ് അത് സത്യത്തില്. അതായത് നിങ്ങൾ ഓടുംകുതിര കണ്ടിട്ടുണ്ടെങ്കിൽ, ഓടുംകുതിര ചാടുംകുതിര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പൊ അടുത്ത് റിലീസ് ആയിട്ടുള്ള ഫഫന്റെ സിനിമ, അതിനകത്തും ഇത് തന്നെയാണ്. പുള്ളി ഒരു 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 എന്താ പറയാ ഒരു കോമയിലേക്ക് പോവുകയും കോമയിൽ നിന്ന് ഉണരുന്ന ആള് അയാൾ ശരിക്കും സ്വപ്നത്തിലാണോ അതോ റിയാലിറ്റിയിലാണോ എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇതൊരു ത്രില്ലറിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതുപോലത്തെ ഒരു സിനിമയാണ് ഈ സീക്രട്ട് സ്റ്റോറീസ് റോസ്ലി എന്ന് പറയുന്നത്. പിന്നെ ഓൾവേസ് എപ്പോഴും ത്രില്ലേഴ്സ് നടക്കുന്നത് എപ്പോഴും ഹൈ റേഞ്ചിലായിരിക്കും. മാറ്റമൊന്നുമില്ല, ഈ സിനിമയിലും ത്രില്ലർ നടക്കുന്നത് ഹൈ റേഞ്ചിൽ തന്നെയാണ്. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു വീട്, ആ വീടിനോടനുബന്ധമായിട്ട് ആ ഫാം നടത്തി ജീവിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് മീനയും വിനീതും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്. ആ അവരുടെ ബന്ധുവാണ് ഹക്കീം ഷാജഹാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ ഹക്കീം ഷാജഹാനെയാണ് ഈ സഞ്ജന ദീപു എപ്പോഴും സ്വപ്നത്തിൽ കാണുന്നത്. അപ്പൊ ആ സ്വപ്നത്തിൽ കാണുന്ന വ്യക്തി വരികയും പിന്നെ ഇയാള് ചെയ്യുന്ന കുറെ കാര്യങ്ങള് ഇവള് പാരന്റ്സ് ആയിട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കുകയും ഇവള് കാണുകയും അത് പാരന്റ്സിനോട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവരത് മനസ്സിലാക്കാണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ഒരു ലൂപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിനെയാണ് ഇതിനകത്ത് സഞ്ജന ദീപു അവതരിപ്പിച്ചേക്കുന്നത്. വളരെ കൺവിൻസിംഗ് ആയിട്ട് പുള്ളിക്കാരി അത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിനിമയാണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന വിനീത് ആണെന്നുണ്ടെങ്കിലും, ഹക്കീം ഷാജഹാൻ ആണെന്നുണ്ടെങ്കിലും, മീനയാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ സഞ്ജന ദീപു ആണെന്നുണ്ടെങ്കിലും കൺവിൻസിങ് ആണ്. അതായത് ക്യാരക്ടർ ഹൈയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ വളരെ ലോ ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അത് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവര് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ വിനീതിനെ മീനേനെ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഹക്കീം ഷാജഹാൻ ചില സമയത്ത് കുറച്ച് ഓവറായിട്ട് വരാറുണ്ട് ചില സിനിമകളൊക്കെ നോക്കണം. അങ്ങനെയൊന്നുമില്ല, പുള്ളി വളരെ പിടിച്ച സാധനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നി, പക്ഷെ ആ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമയുടെ എന്താ പറയാ, പിന്നെ നിങ്ങൾ ആ സിനിമ സീരീസ് കണ്ടിട്ട് കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് അത് പറയാനും പറ്റത്തില്ല. അപ്പൊ ഈ സിനിമ ഒന്ന് റിലീസ് ആയതിനു ശേഷം, കുറച്ച് ആൾക്കാരെ കണ്ടതിന് ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അതിനെ കുറിച്ച് പറയാം. അപ്പോ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സെറ്റ് ചെയ്യുന്ന ഏരിയ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എന്താ പറയുക, ഒരു ഹൈ റേഞ്ചിലാണ്.
അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീട്, അപ്പൊ തന്നെ ഈ ഒരു മിസ്റ്ററി സാധനം വല്ലാണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും ആ മിസ്റ്ററീനെ. ആ സെറ്റപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അവിടേക്കാണ് ഈ ഒരു കാര്യം കൂടെ നടക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ആ വീട്ടിലുള്ള ഒരാൾ മരിച്ചിട്ടുണ്ടാവും. അതായത് ദീപു, സഞ്ജന ദീപുവിന്റെ അനിയൻ എന്ന് പറയാൻ പറ്റത്തില്ല, അനിയൻ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവള് ഇവള് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും അങ്ങനെ ഇവളെ രക്ഷിക്കാൻ പോകുന്ന സമയത്താണ് അവൻ മരിക്കുന്നത്. അപ്പോ എന്നെ രക്ഷിക്കുന്നതിനിടയ്ക്ക് അവൻ മരിച്ചു എന്നുള്ള ഗിൽട്ടിലും ആ ഒരു ട്രോമയിലും ജീവിക്കുന്ന ഒരാളും കൂടെയാണ് ഇതിനകത്തുള്ള റോസ്ലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ റോസ്ലിനാണ് വീണ്ടും ഈ സാധനങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്നത്. അപ്പൊ അത് പിന്നീട് ആരാണ് ശരിക്കും ഇതിനകത്തുള്ള ഹക്കീം ഷാജഹാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ശരിക്കും ആരാണ് എന്നുള്ളത് റിവീൽ ചെയ്യുന്നതും എന്തിനാണ് അവൻ അവിടെ വന്നേക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഓരോരു ക്ലൈമാക്സിലോട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ രസമുണ്ട് ഇത് കണ്ടിരിക്കാൻ പക്ഷെ രസമുണ്ടെന്ന് പറയുമ്പോഴും ഇതിന്റെ ഫസ്റ്റത്തെ 2 എപ്പിസോഡ്സ് എനിക്ക് തോന്നുന്നു ഭയങ്കര റബ്ബർ ബാൻഡ് ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന പോലെ തോന്നി. കാരണം ദീപു സഞ്ജന കാണുന്ന സ്വപ്നങ്ങള് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും 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 അത് കാണുന്നുണ്ടാവും. പക്ഷെ അത് വീണ്ടും 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 നമ്മളെ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് കുറെ കഴിയുമ്പോൾ ഇതെന്തിനാ വീണ്ടും 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 ഈ സാധനം കാണിക്കുന്നത്, എന്തിനാ ഇതിങ്ങനെ വലിച്ചു പോകുന്നത് എന്നുള്ളത് തോന്നിപ്പോകും. പ്രത്യേകിച്ച് ഭയങ്കര സ്ലോ പീസിൽ പോകുന്ന ഒരു സാധനമാണ്. പക്ഷെ ഒരു വിൻഡോയിലോട്ട് നോക്കുന്നതാണെങ്കിൽ കൂടെ ഭയങ്കര ലാഗും ഭയങ്കര സ്ലോ ആയിട്ട് ഫസ്റ്റത്തെ 2 എപ്പിസോഡ് എനിക്ക് തോന്നി. അപ്പൊ ഫസ്റ്റത്തെ 2 എപ്പിസോഡിന് ശേഷം സിനിമ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതുമായിട്ടുമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ചിലപ്പോൾ തുടക്കം നിങ്ങൾ കാണുന്ന സമയത്ത് തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ലാഗ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് ആ തുടക്കത്തിലുള്ള 2 എപ്പിസോഡിൽ മാത്രമാണ് ആ ലാഗ് വരുന്നത്. പിന്നീട് അത് അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ഈ സീരീസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി സിനിമ ടെക്നിക്കിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് പാട്ടായിട്ട് എടുത്തിട്ട് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തു എന്നുള്ള സാധനം തന്നെയുള്ളൂ. പക്ഷെ ടെക്നിക്കലി എവിടെയും കോംപ്രമൈസ് ചെയ്തായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫ്രെയിമുകൾ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു സെറ്റിനെ, ആ ഒരു പ്ലേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലാണെന്നുണ്ടെങ്കിലൊക്കെ വളരെ ട്രൂലി കൺവിൻസിങ് ആണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ക്ലൈമാക്സ് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും എവിടേക്കാണ് ഇത് പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് കുറെ മുന്നേ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. ടുവാർഡ്സ് ക്ലൈമാക്സിന്റെ ഒരു എൻഡിലോട്ട് എത്തുമ്പോൾ 3ാമത്തെ ആക്ടിലേക്ക് കയറുന്ന സമയത്താണ് നമുക്കത് റിവീൽ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സീരീസ് ആണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് പെർഫോമൻസസ് ഒക്കെ ഉള്ള ഒരു സീരീസ് തന്നെയാണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ എന്ന് പറയുന്നത്.